Honorable Justice Sri Markandeya Katchu. Thank you very much for this huge privilege on behalf of all of my colleagues here and for the numerous people with disease and families who are benefited by this. Thank you very much for this, and we palliative care people, a lot of people seated in those audience, and I received this with great privilege. ഞാൻ കുറച്ചധികം കാലമായി ഈ ഒരു സ്ത്രീ വന്ന് എന്നോട് കെഞ്ചിയിട്ടുണ്ട്, എന്തെങ്കിലും ഒരു മരുന്ന് വെച്ചാൽ കൊന്നോളി, കണ്ടിരിക്കാൻ കഴിയണില്ല. അവർ ചോദിച്ചു വന്നപ്പോൾ ഒരാഴ്ച മുമ്പേ വേദന സഹിക്കാതെ ആശുപത്രിയുടെ 5ാം നിലയിൽ ജനലിൽ നിന്ന് ഈ മനുഷ്യൻ ചാടാൻ ശ്രമിച്ചു. ദുർബലനല്ലേ, എളുപ്പത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ നിലവിളിച്ച് ആളുകളെ കൂട്ടി അവർ തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി. ഈ സ്ത്രീ പറയുകയായിരുന്നു, എൻ്റെ തെറ്റ, ഞാനപ്പം ബഹളം വയ്ക്കാതിരുന്നെങ്കിൽ പാവം ചാടി രക്ഷപ്പെട്ടോണ്ടേനെ. ഒരു ഭർത്താവിനെയോ ഭാര്യയോ ഒന്ന് കൊന്നു തരണേ എന്ന് പറയുന്നത് ഞങ്ങൾ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർക്ക് അപരിചിതമായ കാര്യമല്ല. പക്ഷേ ഈ മനുഷ്യൻ അടുത്ത ദിവസം എണീറ്റിരുന്ന് ഇഡ്ഡലി കഴിച്ചു. വ്യത്യാസം ഉണ്ടാക്കിയത് ഏതാണ്ട് ഒരു ദിവസത്തേക്ക് 5 രൂപ വില വരുന്ന മരുന്നാണ്. ഡോക്ടർ എം ഇ പിള്ള പറഞ്ഞ നമ്മൾ വളർത്തുന്ന പോപ്പിച്ചെടിയിൽ നിന്ന് ഭാരതം ഒപ്പിയം ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന മരുന്ന് നമ്മുടെ ആളുകൾക്ക് തന്നെ വെറും നിയമത്തിൻ്റെ നൂലാമാലകളും ബ്യൂറോക്രസിയും വൈദ്യശാസ്ത്ര പഠനം പരിഷ്കരിക്കാത്തത് കൊണ്ടും ഉണ്ടായ ബുദ്ധിമുട്ടുകൊണ്ടുകൾ മാത്രം. നോക്കൂ, ഈ ലോകത്ത് ഒരുപാട് ദുരിതങ്ങൾ നമുക്ക് മാറ്റാൻ ഒക്കാത്തതുണ്ട്. ഭാരതത്തിലെ ദാരിദ്ര്യം മുഴുവൻ പെട്ടെന്ന് മാറ്റാനൊക്കില്ല. പക്ഷേ ഇത് അനാവശ്യമായ ദുരിതമാണ്. പരിഹാരം ഇതാ മുമ്പിലുണ്ട്, സഫർ ചെയ്യുന്ന ആൾക്കാരപ്പുറത്തുണ്ട്. ഇത് എന്തുകൊണ്ട് അവശ്യമരുന്ന് എന്ന് ഭാരതം പ്രഖ്യാപിച്ച ഓറൽ മോർഫിൻ നമ്മളുടെ ആശുപത്രികളിൽ ഇന്നും ലഭ്യമല്ല എന്നത് ആരാണ് ചോദിക്കുക? ആ സ്ത്രീയോ ആ മനുഷ്യനോ ചോദിക്കാൻ പറ്റില്ല. മരിച്ചവർക്ക് അസോസിയേഷൻ ഇല്ല, മരിച്ചവർക്ക് വോട്ടില്ല. വേദനിച്ച് മരിച്ചവർ അതിനുവേണ്ടി ശബ്ദമുയർത്താൻ ഒക്കെയില്ല. ഈ ഇരിക്കുന്ന ആളുകൾ അതിനുവേണ്ടി ശബ്ദമുയർത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് അവശ്യമരുന്ന് ഭാരതം എസൻഷ്യൽ മെഡിസിൻ എന്ന് പറഞ്ഞ മരുന്ന് എന്തുകൊണ്ട് ലഭ്യമല്ല എന്ന് അവർക്ക് വേണ്ടി നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നാളത്തെ അവർ നമ്മളാണ് എന്നെങ്കിലും ഓർക്കണം. നമ്മൾ ഈ വേണ്ടത് ഈ ആരോഗ്യ പരിപാലനം എന്നുള്ളത് ഞങ്ങൾ ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രിയും ഇങ്ങനെ എറിഞ്ഞു തരുന്ന ഒരു സാധനം എന്നുള്ളതിന് പകരം പാലിയേറ്റീവ് കെയർ മാത്രമല്ല, ഹെൽത്ത് കെയർ ആകെ ഒരു പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ പേഴ്സൺ വിത്ത് ദ ഡിസീസ് ആൻഡ് ദ മെഡിക്കൽ സിസ്റ്റം. ഇത് വളരെ ഒബ്വിയസാണ്. ഈ ഇരിക്കുന്നവർക്കറിയാം എത്ര പേര് ഒരു 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കുറിപ്പ് കിട്ടിയാൽ അത് മുഴുവൻ കഴിക്കുന്നുണ്ട്. 3.5 ദിവസം കഴിയുമ്പോൾ പതിയെ നിർത്തും. ഇത് ആ ഒരു പാർട്ട്ണർഷിപ്പ്. ഇതെന്തുകൊണ്ടാണെന്നുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ഈ തരുന്ന മരുന്നിൽ ഡോക്ടറെ ഇത് കഴിച്ചാൽ എനിക്ക് വയറുവേദനയാണ് എന്നും പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടും, ഒന്നും ചോദിക്കണ്ട ഞാൻ തരുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കുന്നത് കൊണ്ടും വരുന്നതാണ്. ഈ പാർട്ട്ണർഷിപ്പാണ് എളുപ്പമല്ല. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പവർ ബാലൻസ്, എല്ലാ ശക്തിയും ഞങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിലിരിക്കുകയും കിട്ടേണ്ടയാൾ പരിപൂർണമായിട്ട് ദുർബലമാകുന്ന ആ ഇംബാലൻസ് കൊണ്ടുള്ളത് ആയതുകൊണ്ട് ഇത് മാറ്റാനാണ് വിഷമം. ഇത് മാറ്റണമെങ്കിൽ ഏഷ്യാനെറ്റ് വേണം, മറ്റ് മീഡിയ വേണം. മീഡിയയാണ് ഇതിന് ഏറ്റവും, ഇന്ന് കേരളം എവിടെയെങ്കിലും എത്തിയെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം മീഡിയയാണ്. ഇത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ. നമുക്ക് ശ്രീ ടി എൻ ഗോപകുമാറിൻ്റെ ആ ലെഗസി തുടരുകയാണ്.
ആ ഒരു മനുഷ്യനും നിങ്ങളുടെ കണ്ണാടി പ്രോഗ്രാം കാരണം കേരളത്തെ എത്ര കുടുംബങ്ങളുടെ ജീവിതമാണ് നല്ല രീതിയിൽ മാറ്റിമറിക്കപ്പെട്ടത്. ഇന്ന് സ്കൂളിൽ പോവുകയും പഠിക്കുകയും ചെയ്യുന്ന എത്ര കുട്ടികൾക്കാണ് അത് നിഷേധിക്കപ്പെടുമായിരുന്നത് ഈ ഒരു ഇന്റർവെൻഷൻ ഇല്ലായിരുന്നെങ്കിൽ. അദ്ദേഹം എപ്പോഴും ജീവിക്കുകയാണ്. വീണ്ടും ഇതുകൊണ്ട് ഒരു 200 പേരെങ്കിലും ഒരു മാസത്തേക്ക് വേദനയില്ലാതെ ചെയ്യും. ഒരു 300 ഇത്തരം കുടുംബങ്ങളിലെ കുട്ടികളെങ്കിലും ഒരു വർഷത്തേക്ക് കൂടെ സ്കൂളിൽ പോകും. ഇതൊക്കെ ഗോപകുമാർ ജീവിക്കുന്നു. ഏഷ്യാനെറ്റിനോട് ഒരു അത്യാഗ്രഹം കൊണ്ട് ചെറിയൊരു ആവശ്യം കൂടെ പറഞ്ഞോട്ടെ, ഇതോടെ നിർത്തരുത്. പൈസ അല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു ആവശ്യം സാധാരണക്കാരൻ്റെ, ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരൻ്റെ ആവശ്യം വീണ്ടും പൊതുജനങ്ങളിലേക്ക് എത്താനും അധികാര സ്ഥാനങ്ങളിലെത്താനും ഒരു ക്യാമ്പയിൻ തുടരണം, അത്യാവശ്യമാണ്. കാരണം നടക്കുന്ന ഇൻജസ്റ്റിസ് അത്ര വലുതാണ്. ദ എക്കോണമിസ്റ്റ് എന്ന പത്രം 80 രാജ്യങ്ങളിൽ ഒരു സർവേ നടത്തിയിട്ട് 2015 പ്രസിദ്ധീകരിച്ച ക്വാളിറ്റി ഓഫ് ഡെത്ത് ഇൻഡെക്സ് അനുസരിച്ച് നമ്മുടെ ഭാരതം വൺ ഓഫ് ദ വേഴ്സ്റ്റ് 15 കൺട്രീസ് ടു ഡൈ ഇൻ. മരിക്കരുത് ഭാരതത്തിൽ, ഓടി രക്ഷപ്പെട്ടോളൂ. ഇവിടെ ക്രൂരതയാണ്. സമ്പത്തില്ലെങ്കിൽ വേദന അനുഭവിക്കും, സമ്പത്തുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഷ്ടപ്പാട് അനുഭവിക്കും. ഗ്രാമത്തിൽ ദുരിതം അനുഭവിക്കുന്നവന് ഒന്നും കിട്ടിയില്ലെങ്കിലും വേദന അനുഭവിക്കുന്നെങ്കിലും മരിക്കാൻ സമയത്ത് 2 തുള്ളി വെള്ളം ഇറ്റിച്ചു കൊടുക്കാൻ ആളുണ്ടാവും. മറ്റത് അതുമില്ല. ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. ദാഹിച്ചാൽ അതിനു പകരം മൂക്കിൽ കൂടെ ഇതിനകത്തേക്ക് പോകുന്ന ട്യൂബിൽ കൂടെ മ്യൂക്കസ് എടുക്കാനുള്ള സക്ഷൻ കതീറ്റർ മാത്രമേ അനുഭവിച്ചു പോകാനൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഭാരതം വൺ ഓഫ് ദ വേഴ്സ്റ്റ് 15 കൺട്രീസ് ടു ഡൈ ഇൻ എന്ന് പറഞ്ഞത്. ഒരുപാട് വ്യത്യാസം വരാനുണ്ട്. ഈ ഏഷ്യാനെറ്റിന്റെ ഇതുപോലുള്ള ഇനീഷ്യേറ്റീവ്സ് കാരണം ഒരുപാട് വ്യത്യാസം വരുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ വേദനിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി എൻ്റെ സഹപ്രവർത്തകരെ ഞാനും വളരെ നന്ദിയോടുകൂടി ഈ ഉപഹാരം സ്വീകരിക്കുന്നു.